قال الله تعالى في الكتاب العزيز الحكيم أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والعاقبة للمتقين والحمد لله رب العالمين. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളായ സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ വ്യക്തിജീവിതത്തെയും കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടും പിന്നീട് നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കുവാനും പൂർണ്ണമായ ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയുവാനും നാളെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയാ മുർസലീങ്ങളോടൊപ്പം സന്തോഷം കഴിഞ്ഞുകൂടുവാനുമുള്ള തൗഫീഖ് നൽകി അർഹമുർ-റഹീമീനായ റബ്ബ് നമ്മെല്ലാവരെയും എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ, ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അളക്കുന്നത് പല ഘടകങ്ങൾ വെച്ചുകൊണ്ടാണ്. നമ്മൾ പേഴ്സണാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. എന്നതുപോലെ ഒരു വ്യക്തിയുടെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വ്യക്തിത്വം, ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്, വ്യക്തിത്വമുണ്ട്. ആ വ്യക്തിത്വം അളക്കുന്നത് പല ഘടകങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഒരാൾ ധരിക്കുന്ന വസ്ത്രം വരെ അയാളുടെ വ്യക്തിത്വത്തിൻ്റെ അളവുകോലാണ്, അല്ലെങ്കിൽ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം അളക്കുന്നതിൽ ഏറ്റവും സിഗ്നിഫിക്കൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അയാളുടെ വായിൽ നിന്ന് എന്ത് വരുന്നു എന്ന് നോക്കിയിട്ടാണ്. അയാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത്, മാനർ ഓഫ് സ്പീക്കിംഗ് ആൻഡ് ടോക്കിംഗ് എന്ന് നമുക്ക് സാധാരണ പറയാം. അഥവാ ഒരു വ്യക്തിയുടെ സംസാര രീതി, അയാളുടെ വർത്തമാന രീതി, അയാൾ എന്തു പറയുന്നു എന്നതൊക്കെ വെച്ചിട്ടാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അളക്കുന്നത്. നമുക്കറിയാം, നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി അറിയുന്നത് നമ്മുടെ നാവ് കൊണ്ടാണ്. എന്നതുപോലെ തന്നെ നമ്മളാകുന്ന വ്യക്തിയെ മറ്റുള്ളവർ രുചിച്ചറിയുന്നതും നമ്മുടെ നാവ് കൊണ്ട് തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ നാവ് കൊണ്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇതുപോലെ നമ്മുടെ രുചി, നമ്മൾ ആരാണ് എന്ന് ഒരാൾ രുചിച്ചറിയുന്നതും നമ്മളുടെ നാവിലൂടെ വരുന്ന വർത്തമാനങ്ങളിലൂടെയാണ്. മഹാനായ യേശുക്രിസ്തു അലൈഹി സ്വലാത്തു വസ്സലാം, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇദ്ദേഹത്തിൻ്റേതെന്ന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു വാചകം ബൈബിൾ പുതിയ നിയമത്തിൽ മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിങ്ങനെയാണ്: വായിലേക്ക് പ്രവേശിക്കുന്നതല്ല ഒരാളെ അശുദ്ധനാക്കുന്നത്, മറിച്ച് വായിൽ നിന്ന് വരുന്നതാണ്, വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് ഒരാളെ അശുദ്ധനാക്കുന്നത്. ഒരാൾ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു എന്നതുകൊണ്ട് അയാൾ അശുദ്ധനാകുന്നില്ല. പിന്നീട് ആ വാചകം തുടരുകയാണ് ബൈബിളിൽ. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ വായിൽ നിന്ന് വരുന്നതാണ് അയാളെ അശുദ്ധനാക്കുന്നത്, അല്ലാതെ വായിലേക്ക് പോകുന്നതല്ല. ഒരാളെ അശുദ്ധനാക്കുന്നതും വിശുദ്ധനാക്കുന്നതും അയാളുടെ നാവാണ് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും ഉദ്ധരിച്ച ഒരു വചനമുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്: മൻ യളുമല്ലി മാ ബൈന ലഹിയഹി വമാ ബൈന റിജ്ലൈഹി അളുമൻ ലഹുൽ ജന്ന. ആര് എനിക്ക് രണ്ട് കാലുകൾക്കിടയിലുള്ള അവയവത്തിൻ്റെ കാര്യത്തിലും രണ്ട് ചുണ്ടുകൾക്കിടയിലുള്ള അവയവത്തിൻ്റെ കാര്യത്തിലും എനിക്ക് ഗ്യാരണ്ടി തന്നാൽ,
അളുമല്ലഹുൽ ജന്ന, ഞാൻ അവർക്ക് സ്വർഗം ഗ്യാരണ്ടി കൊടുക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതും മുസ്ലിം ഉദ്ധരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രവാചക വചനത്തെ അറ്റസ്റ്റ് ചെയ്യുന്ന, അതിനെ സാധൂകരിക്കുന്ന ഒരു സംഭവം ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിലും ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിലും ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി സ്വഹീഹാക്കിയ ഒരു വചനം, ഇന്ന ഫുലാനത്ത തുദ്കറു മിൻ കസറത്തി സ്വലാത്തിഹാ വസിയാമിഹാ വസദഖാത്തിഹാ ഗൈറ അന്നഹാ തൂദി ജീറാനഹാ ബിലിസാനിഹാ. ഇന്ന ഫുലാനത്ത തുദ്കറു മിൻ കസറത്തി സ്വലാത്തിഹാ വസിയാമിഹാ വസദഖാത്തിഹാ. ഒരു പെണ്ണ്, ഒരു സ്ത്രീ, അവൾ വളരെ ഫേമസ് ആണ്. എന്തിൻ്റെ കാര്യത്തിൽ? നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ, നോമ്പിൻ്റെ കാര്യത്തിൽ, സദക്കയുടെ കാര്യത്തിലെല്ലാം ആ പെണ്ണ് അറിയപ്പെടുന്നവളാണ്. ഗൈറ അന്നഹ, അതിന് പുറമെ തൂദി ജിറാനഹ ബിലിസാനിഹ, അവളുടെ ഒരു പ്രശ്നം അവളുടെ നാവ് കൊണ്ട് അയൽക്കാർക്ക് കിടക്കപ്രതിയില്ല. അവളെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ ലാ ഖൈറ ഫിഹാ ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകത്തിൻ്റെ അവകാശിയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഞാനിതിനു മുമ്പും ഇത് ഉദ്ധരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ ഒറ്റ സംഭവത്തിൽ നിന്ന് മറ്റൊരു പെണ്ണിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവൾ അത്യാവശ്യം നമസ്കാരമൊക്കെ നിർവഹിക്കും. എന്ന് പറഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ളുഹർ നിസ്കരിക്കും, വല്ലപ്പോഴൊക്കെ ജുമ നിസ്കരിക്കും, അങ്ങനെയൊന്നുമല്ല. അത്യാവശ്യം വേണ്ട നിർബന്ധ നമസ്കാരങ്ങളൊക്കെ നിർവഹിക്കും, നോമ്പും അനുഷ്ഠിക്കും. സമ്പത്തില്ലാത്തതിൻ്റെ പേരിൽ ചെറിയ കുറച്ച് പാൽക്കട്ടി മാത്രമാണ് അവൾ സ്വതക്കയായി നൽകുന്നത്. പക്ഷെ അവളുടെ നാവിൽ നിന്ന് ആളുകൾ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ് എന്നാണ് പറഞ്ഞത്. ഈ രണ്ട് സംഭവങ്ങളെയും നമ്മൾ ക്ലബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇസ്ലാം എന്ന് തന്നെ തിരിയും. എന്താണ് നമ്മൾ ആകേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള മുഖ്യമായ ഒരു പാഠം, ഈ രണ്ട് സംഭവം, ബൈബിളിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ച ഒരു സംഭവവും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ സംഭവം കൂടി ചേർത്ത് വയ്ക്കുമ്പോൾ, ഒരു മനുഷ്യനെ തള്ളുന്നതും കൊള്ളുന്നതും, ഒരു മനുഷ്യനെ കൊള്ളാവുന്നവനും കൊള്ളരുതാത്തവനും ആക്കുന്നത് അവൻ്റെ നാവാണ്. ഒരു മനുഷ്യനെ വിശുദ്ധനും അശുദ്ധനുമാക്കുന്നത് അവൻ്റെ നാവാണ്. ഒരു മനുഷ്യനെ സ്വർഗാവകാശിയും നരകാവകാശിയുമാക്കുന്നത് അവൻ്റെ നാവാണ് എന്ന വലിയ പാഠമാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിരവധി നബിവചനങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് ഹദീസ് സമാഹാരങ്ങളിൽ കാണാൻ സാധിക്കും നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ച് പറയുന്നത്. നമുക്കറിയാം, നാക്ക് പിഴച്ചവൾ നരകത്തിലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ആ പെണ്ണ് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചതായിരുന്നില്ല ആ പെണ്ണിൻ്റെ പ്രശ്നം. ആ പെണ്ണിൻ്റെ പ്രശ്നം ഖുറാഫാത്ത് ചെയ്തതായിരുന്നില്ല. ആ പെണ്ണ് മുബത്തദി ആയിരുന്നില്ല, മുശ്രിക്കായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു പെണ്ണിനെ കുറിച്ചാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. ഇത് പറയുമ്പോൾ എനിക്ക് പറയാനുള്ളത്, പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ചെറിയെങ്കിലും ഒരു ധാരണയുണ്ട്, തൗഹീദ് ശരിയായാൽ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാതിരുന്നാൽ, നേർച്ചയും മൗലിദും കഴിക്കാതിരുന്നാൽ ബാക്കിയൊക്കെ ശരിയായി എന്ന ഒരു തോന്നൽ പുരോഗമനപരമായി ചിന്തിക്കുന്ന ആളുകളുടെ ഇടയിൽ പോലും ഉണ്ട്. അവർ നാവെടുത്ത് പ്രയോഗിക്കുമ്പോൾ ഈ സൂക്ഷ്മതയെല്ലാം, തൗഹീദിൻ്റെ സൂക്ഷ്മതയെല്ലാം നഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് കുറച്ച് ആളുകളിലെങ്കിലും നമുക്കിത് കാണാൻ സാധിക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം നന്നാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് മുശ്രിക്കിനോടല്ല, മുബ്തദിയിനോടല്ല, മുനാഫിക്കിനോടല്ല, അതുപോലെ തന്നെ ഖുറാഫാത്ത് നടത്തുന്ന ഖുറാഫിയോടല്ല, മറിച്ച് ഒന്നാന്തരം സത്യവിശ്വാസികളോടാണ്, മുവഹിദിനോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വഭാവം നന്നാക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞു വെച്ചത് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, നമ്മളുടെ നാവിൻ്റെ നിയന്ത്രണത്തെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി തന്നെ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നാവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പഠിക്കാനുണ്ട്, നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒരാളുടെ നാവ് മാത്രം മതി
അയാൾ നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴാൻ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാൽ മറ്റൊന്നിനുമല്ല. നമുക്കറിയാം, നമ്മുടെ നാവിൻ്റെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, നമ്മുടെ നാവ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മുടെ കയ്യിൽ നിന്ന് പോയി എന്ന് പറയാറില്ലേ. നാവ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, അല്ലെങ്കിൽ നാവിൻ്റെ നിയന്ത്രണം നമുക്ക് നഷ്ടപ്പെടുന്നത് നമുക്ക് ദേഷ്യം വരുമ്പോഴാണ്. നമുക്ക് ദേഷ്യം വരുമ്പോഴാണ് നമ്മുടെ നാവിൻ്റെ പിടി നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നത്. പല ആളുകളിലും നാവിൻ്റെ പിടി വിട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാണുന്നത് ഒരു തകരാറ്, തെറി പറയും എന്നുള്ളതാണ്. അവർ തെറി പറയും. തെറി പറഞ്ഞാലാണ് ഞാനൊന്ന് ചൂടായി എന്നൊക്കെ തോന്നുള്ളൂ. തെറി പറഞ്ഞാലാണ് ഒരു ഗുമ്മുണ്ടാവുള്ളൂ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം തെറി പറഞ്ഞാൽ അയാൾക്ക് രണ്ട് കൊടുത്തതിൻ്റെ ഒരു സംതൃപ്തി ആയിരിക്കും അവർക്ക് കിട്ടുക. ചിലരതിന് പറയാറുള്ള ന്യായം, അവൻ എന്നെ തെറി പറഞ്ഞു അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തെറി പറഞ്ഞു എന്നാണ് പറയാറുള്ളത്. ഞാൻ പറയുന്നത്, നമ്മൾ ഒരു ഘട്ടത്തിലും തെറി പറയരുത്. ഒരു ഘട്ടത്തിൽ എന്ത് പ്രകോപനം എവിടെ നിന്നുണ്ടായാലും നമുക്ക് പ്രകോപനങ്ങൾ നേരിടാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ദേഷ്യപ്പെടാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അത് ആരോടാണെങ്കിലും, സ്വന്തം ഭാര്യയോടാണെങ്കിലും ജീവിതത്തിൽ ദേഷ്യപ്പെടേണ്ടി വരും, സ്വന്തം കൂട്ടുകാരനോട് ദേഷ്യപ്പെടേണ്ടി വരും, നാട്ടുകാരോട് ദേഷ്യപ്പെടേണ്ടി വരും, കൂടെ നടക്കുന്ന ആളുകളോട് ദേഷ്യപ്പെടേണ്ടി വരും. ദേഷ്യപ്പെടാതിരിക്കാൻ, ദേഷ്യമൊന്നും വരാതെ ജീവിക്കുക എന്ന് പറയുന്നത് നടക്കണ കാര്യമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദേഷ്യം എന്ന് പറയുന്ന ഒരു മോശം സ്വഭാവമല്ല, നമ്മുടെ സഹജ സ്വഭാവമാണ്. എന്ത് കണ്ടാലും ദേഷ്യം വരാത്ത ആൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് അതിനർത്ഥം. എന്ത് കണ്ടാൽ അയാൾക്ക് ദേഷ്യമില്ല. അയാളിങ്ങനെ ദേഷ്യം വരാത്തതിനെ കുറിച്ചല്ല. മുത്തഖികളെ പരിചയപ്പെടുത്തുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നത് അവർക്ക് ദേഷ്യം വരൂല എന്നല്ല, ദേഷ്യം വരുമ്പോൾ അവരതിനെ പിടിച്ചു നിർത്തും എന്നുള്ളതാണ്. അനാവശ്യമായി അതുമായി ബന്ധപ്പെട്ട് അനാവശ്യ സംസാരങ്ങളൊന്നും തെറി മാത്രമല്ല, അനാവശ്യ സംസാരങ്ങളൊന്നും അവർ നടത്തൂല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം അധ്യായം സൂറത്ത് ആലു ഇംറാനിൽ വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർദ്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന്റെ അവകാശികളായ മുത്തക്കികളെ ഡിഫൈൻ ചെയ്യുന്നിടത്ത്, മുത്തക്കികളുടെ സ്വഭാവത്തെ വിശദീകരിക്കുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അവർ ദേഷ്യം കടിച്ചിറക്കുമെന്നാണ്, അല്ലാതെ അവർക്ക് ദേഷ്യം വരില്ല എന്നല്ല. ദേഷ്യം വരും. അപ്പൊ ദേഷ്യം ഒരു സഹജ സ്വഭാവമാണ്. പക്ഷെ ദേഷ്യം വരുമ്പോൾ നമ്മുടെ നാവ് നമ്മളുടെ കൈവിട്ടു പോകാൻ പാടില്ല. നമ്മളുടെ ആത്മനിയന്ത്രണ ശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതുകൊണ്ട് ഈ ABC പറയുന്ന ഒരു സ്വഭാവം, ഈ ദേഷ്യപ്പെടുമ്പോൾ തെറി പറയുന്ന ഒരു സ്വഭാവം നമ്മൾ ഉപേക്ഷിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധം അകന്നു പോകുന്നത് ആ ദേഷ്യപ്പെട്ടതുകൊണ്ടല്ല. ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന തെറി കൊണ്ടാണ്. ചിലരൊക്കെ തെറി പറയുന്നത് കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും. ഒരു 10-20 ദിവസം ഫ്രിഡ്ജിൽ വെച്ച തെറിയാണ് ചിലർ പറയുന്നത്. അവർ പറയുന്നത് ആരാ? നമസ്കരിക്കുന്ന, നോമ്പെടുക്കുന്ന ആളുകളൊക്കെ തന്നെ ഇത് പറയുന്നത്. പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് ഇറങ്ങിയ ഉടനെ തെറ്റി അപ്പോഴും പറയും തെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരാധനയും നമ്മുടെ വർത്താനമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. നമ്മൾ അതിനെയൊന്നും ഒരു കണക്ട് ചെയ്ത് കാണുന്നില്ല. അപ്പൊ തെറി പറഞ്ഞാലേ സംതൃപ്തി ഉണ്ടാകൂ എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. ഈ ആളുകളെ സംബന്ധിച്ചോളം നമുക്ക് കാണാൻ സാധിക്കും, ചിലര് പുറത്ത് തെറി പറയൂല, വീട്ടിൽ തെറി പറയും, മക്കളെ തെറി പറയും, ഭാര്യനെ തെറി പറയും. ഭാര്യമാരും ഭർത്താവിനെ തെറി പറയൂല, മക്കളെ തെറി പറയും. ചിലര് വീടാണോ പുറംലോകാണോ എന്നൊന്നും നോക്കാതെ തെറി പറയും. വൃത്തികെട്ട തെറികൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കൃത്യമായി നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ആരാധനകളിലൊക്കെ കൃത്യത പുലർത്തുകയും ബാഹ്യ ചിഹ്നങ്ങൾ സൂക്ഷ്മമായി കാത്തു സൂക്ഷിക്കാൻ, ഇസ്ലാമിന്റെ ബാഹ്യ ചിഹ്നങ്ങൾ സൂക്ഷ്മമായി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുന്ന ആളുകളിൽ പോലും തെറി പറയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയ പ്രശ്നമല്ല അവർക്ക്, അത് വലിയ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ തെറി പറയുന്ന ആളുകളുണ്ട്, ഭാര്യനെ തെറി പറയും. ഈ ഭാര്യമാരെ തെറി പറയുന്ന കാര്യത്തിൽ നിങ്ങൾക്കറിയാമോ, 3 കാര്യങ്ങൾ കൊണ്ട് ഭാര്യമാരെ തെറി പറയുന്ന അത്ര വലിയ അന്തസ്സൊന്നുമല്ല. ഭാര്യമാരെ തെറി പറയുന്ന അത്ര വലിയ അന്തസ്സൊന്നുമല്ല. 3 കാരണങ്ങൾ കൊണ്ട് അന്തസ്സല്ല. ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഭാര്യയെ തെറി പറഞ്ഞാൽ ഇങ്ങോട്ട് തെറി പറയൂല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഭാര്യനെ നമ്മൾ ആരെങ്കിലും തെറി പറഞ്ഞാൽ അവൾ ഇങ്ങോട്ട് തെറി പറഞ്ഞിട്ടുണ്ടാ. തെറി പറഞ്ഞാൽ അന്ന് വിവരം അറിയും. ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരു ഭാര്യ നമ്മൾ പറഞ്ഞതിനൊരു ഗൗരവം ഉണ്ടല്ലോ തെറിക്ക്, ആ തെറിയുടെ 10-1 ഇന്റൻസിറ്റി 10-1 കുറഞ്ഞ ഒരു തെറി നമ്മുടെ ഭാര്യ എങ്ങാനും നമ്മളോട് പറഞ്ഞാൽ
അപ്പോൾ നമ്മൾ ആ ഭാര്യയുടെ മുമ്പിൽ കല്യാണം കഴിച്ചിട്ട് അത്ര നാളും പ്രകടിപ്പിക്കാത്ത മുഖം അങ്ങോട്ട് പ്രകടിപ്പിക്കും. ഏറ്റവും വലിയ രസം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി ആ ഭർത്താവ് അങ്ങോട്ട് തെറി പറഞ്ഞപ്പോഴാണ് അവളിങ്ങോട്ട് തെറി പറഞ്ഞത്. ഈ ന്യായവും പറഞ്ഞ് ഇനി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ അവളുടെ ബന്ധുക്കളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഉമ്മയോടോ ബാപ്പയോടോ ഒക്കെ പറഞ്ഞാലും ആ ബാപ്പയും ഉമ്മയും അപ്പോഴും പറയുന്നത് എന്താണെന്നറിയാമോ? നീ തെറി പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഭർത്താവ് തെറി പറഞ്ഞ് ശരിയായെന്നാണ് അർത്ഥം. നീ തെറി പറഞ്ഞ് ശരിയായില്ല. നമ്മളൊന്ന് ആലോചിക്കുക, തെറി ആരും പറയാൻ പാടില്ല. ഭർത്താവിന് പറയാമെങ്കിൽ ഭാര്യയ്ക്ക് പറയാൻ പാടില്ല എന്ന് വേണമെങ്കിൽ ന്യായമായിട്ട് നമുക്ക് ചോദിക്കാം. ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, തെറി പറയാനുള്ള അവകാശം ഭർത്താവിന് സമൂഹം കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറയാനാണ് ഞാനിത് പറഞ്ഞത്. അല്ലാതെ ഭാര്യനെ തെറി പറഞ്ഞാൽ ഭാര്യയ്ക്ക് തിരിച്ചും തെറി പറയാം എന്ന് സ്ഥാപിക്കാനല്ല. മറിച്ച് ഭർത്താവിന് തെറി പറയാനുള്ള മൗനാനുവാദം സമൂഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാര്യ തിരിച്ചു തെറി പറഞ്ഞതിൻ്റെ പരാതിയുമായി നമ്മൾ മാതാപിതാക്കളുടെ അടുത്ത് ചെല്ലുമ്പോഴും മാതാപിതാക്കളും ഭാര്യയോട് സ്വന്തം മകളോട് പറയാ, ഇക്ക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നീ പറഞ്ഞത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ ഇക്ക അങ്ങനെയൊക്കെ പറയാന്നല്ലേ ഇതിനർത്ഥം. എന്ന് പറഞ്ഞാൽ അങ്ങനെ മൊത്തത്തിൽ നമ്മളങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിനർത്ഥം ഭർത്താവ് തെറി പറഞ്ഞാൽ ഭാര്യയ്ക്ക് തെറി പറയാമെന്നല്ല. ഭർത്താവും പറയാൻ പാടില്ല, ഭാര്യയും തെറി പറയാൻ പാടില്ല. തെറി നമ്മൾ ആരെയും പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള തിരിച്ച് തെറി പറയാത്ത ഒരിടത്ത് ചെന്ന് തെറി പറയുക എന്ന് പറഞ്ഞാൽ ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ഓടിക്കയറുന്നതിന് തുല്യ. ചാഞ്ഞു കിടക്കുന്ന ഒരു മരത്തിൽ ഓടിക്കയറുക എന്ന് പറഞ്ഞാൽ അത് വലിയ കരുത്തൊന്നുമല്ല, അത് വലിയ തൻ്റെ ഇടമൊന്നുമല്ല. ചാഞ്ഞു കിടക്കുന്ന മരത്തിൽ ഓടിക്കയറുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ അതൊരു തൻ്റെ ഇടത്തിൻ്റെ ലക്ഷണമല്ല, അത് ഒരു കഴിവുകേടിൻ്റെ ലക്ഷണമാണ്. ഇങ്ങോട്ട് അടി വരാത്തിടത്ത് അങ്ങോട്ട് അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ കഴിവൊന്നുമല്ലല്ലോ, അത് വലിയ കഴിവൊന്നുമല്ല. രണ്ടാമത്തെ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവളെ തെറി പറഞ്ഞിട്ട്, ചിലരൊക്കെ ഭാര്യയെ തെറി പറയുന്നത് കേട്ടാൽ അത്രയും അറപ്പ് തോന്നും നമുക്ക്. ആ ഭാര്യയെ തെറി പറഞ്ഞതിന് ശേഷം പിന്നെ എങ്ങനെയാണ് അവളുടെ കൂടെ പോയി അന്തി ഉറങ്ങുക? അന്തസ്സുള്ളവന് പറ്റിയ പണിയാണോ അത്? അന്തസ്സുള്ളവന് പറ്റിയ പണിയല്ല. അതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം നമ്മൾ ഒന്ന് ആലോചിക്കേണ്ടത്, നമ്മൾ ആ പെണ്ണിനെ ഏറ്റെടുത്തത് 100 കണക്കിന് ആളുകൾക്ക് ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുത്ത് അവരെ സാക്ഷി നിർത്തി ഞാൻ ഇവളുടെ സംരക്ഷണാവകാശം ഏറ്റെടുത്തു എന്ന് പറഞ്ഞവളാണ് നമ്മുടെ കൂടെ ഉള്ളത്. 100 കണക്കിന് ആളുകൾക്ക് ആ 10,000 കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഉള്ള കണ്ട ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ സാക്ഷി നിർത്തി ഞാൻ ഈ പെണ്ണിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ അവളെ കൂടെ കൊണ്ടുവന്ന അവളെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ തെറി പറയുക എന്ന് പറയുന്നത് ഇതിൽ വലിയ മോശം മറ്റെന്താ ഉള്ളത്? നമ്മളിതിങ്ങനെ സ്ഥിരമായതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഭാര്യനെ തെറി പറയുന്നത് നമുക്ക് പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടാണെന്നറിയാമോ? പ്രശ്നമില്ലാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ജനിച്ച നാൾ മുതൽ ഉമ്മ ഉപ്പാനെ തെറി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് പ്രശ്നമില്ലാത്തത്. ഒരിക്കലും ഒരു കുടുംബം എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ അവരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ചെക്കൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ? എൻ്റെ ഉമ്മയും ബാപ്പയും, എൻ്റെ ഉമ്മ ബാപ്പാനെ വഴക്കും പറയാറുണ്ട്, തെറിയും പറയാറുണ്ട്, പക്ഷെ ഉമ്മ തിരിച്ചൊന്നും പറയാറില്ല. പക്ഷെ ഇവളങ്ങനെയല്ല. അതാണ് പ്രശ്നം. അതൊരു ഒറ്റപ്പെട്ട സംഗതിയല്ല. അത് നമ്മൾ ഇതേ സംഗതി തന്നെ. നമ്മൾ ഇന്ന് ഗൗരവമായിട്ട് കാണുന്ന സംഗതിയെ നാളെ സമൂഹത്തിൽ വ്യാപകമായി കണ്ടാൽ നമുക്ക് അതും ചെറുതായി തോന്നും. അതും ചെറുതായി, അത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണത്, മനസ്സിൻ്റെ പ്രത്യേകതയാണത്. ഇന്നിപ്പോൾ നമ്മൾ വളരെ ഗുരുതരമായ തെറ്റെന്ന് നമ്മൾ കാണുന്ന സംഗതി നാളെ സമൂഹത്തിൽ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും നാട്ടുകാരിലും ഒക്കെ കാണാൻ തുടങ്ങിയാൽ നമുക്ക് പിന്നെ ഇന്നത്തെ ഗൗരവം അതിന് അന്ന് ഉണ്ടാവില്ല. ഇന്നലെകളിൽ നമുക്ക് ഗൗരവമുണ്ടായിരുന്ന പലതും ഇന്ന് നമുക്ക് ഗൗരവമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലെകളിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളായിരുന്നു അത്, ഇന്നത് വ്യാപക സംഭവമാണ്. അത് ചേർത്ത് പറയേണ്ട ഒരു സംഗതി, ഇന്നലെകളിൽ നമ്മൾ ഹറാമാക്കിയ പലതും ഇന്ന് നമുക്ക് ഹറാമല്ല. ഇന്നലെകളിൽ ഹറാമാണെന്ന് പറയുമ്പോൾ വളരെ ഗൗരവമായി കണ്ടുകൊണ്ടിരുന്ന പലതും ഇന്ന് നമുക്ക് ഗൗരവമല്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നത് വ്യാപകമായി സമൂഹത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഭാര്യയെ തെറി വിളിക്കുക എന്ന് പറയുന്നത് ഒരു മോശം പരിപാടി, നമ്മളെ ഒരു കഴിവുകേടായിട്ട് നമുക്ക് തോന്നാത്തതിൻ്റെ അത് കഴിവല്ല, കഴിവുകേടായിട്ട് തോന്നാത്തതിൻ്റെ കാരണം ഇതാണ്. കാണുമ്പോൾ ഉപ്പാനെ ചീത്ത വിളിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഉപ്പാടെ നേരെ കൈവക്കുന്നത് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ ഭാര്യ, അത് ഭാര്യക്കും തോന്നൂല. ഇപ്പം ഞാൻ ഈ പറയുമ്പോൾ ഭർത്താവ് തെറി പറഞ്ഞു എന്ന് 2 തെറി പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഒരു പക്ഷേ ഭാര്യമാർക്ക് അത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നൂല. കാരണം എന്താ?
അതിനൊരുപാട് കാരണങ്ങളുണ്ട്. അത് നമ്മുടെ കുടുംബ ജീവിതത്തിൻ്റെ കുടുംബ ഘടനയുടെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി അദ്ദേഹത്തിൻ്റെ ഹദീസ് സമാഹാരത്തിൽ ഉദ്ധരിച്ച ഒരു വചനമുണ്ട്. അക്മലുൽ മുഅ്മിനീന അഹ്സനുഹും ഖുലുഖ ഖിയാറുക്കും ഖിയാറുക്കും ലിസാഇഹിം. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖ. നിങ്ങളിൽ ഈമാൻ കാമിലായവർ, പൂർണ്ണമായവർ ആരാണ്? നിങ്ങൾ ഈമാൻ പൂർണ്ണമായവർ നിങ്ങളിൽ നല്ല സ്വഭാവമുള്ള ആളുകളാണ്, ഗുഡ് ക്യാരക്ടറുള്ള ആളുകളാണ് നിങ്ങളിൽ ഈമാൻ പൂർണ്ണമായ ആൾ. ഇത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാ. നിങ്ങളിൽ ഈമാൻ, അതായത് നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് ഈമാനുമായി കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ്. ഈമാന്റെ പെർഫെക്ഷൻ ആൻഡ് കംപ്ലീഷന് എന്ത് വേണം? സൽസ്വഭാവം വേണം. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോട് ചേർത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇഹിം. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ നിങ്ങളുടെ ഭാര്യമാരോട് നന്നായി വർത്തിക്കുന്നവനാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മെ അറ്റസ്റ്റ് ചെയ്യേണ്ടത് ഒരർത്ഥത്തിൽ നമ്മുടെ ഭാര്യമാരാണ്. നമ്മെ അറ്റസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഭാര്യമാരാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പുറത്തെവിടെയും പ്രകടിപ്പിക്കാത്ത സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നത് അവിടെയാണ്. കാരണം തിരിച്ചടിയില്ലാത്തൊരു കേന്ദ്രം അതാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ പ്രകടിപ്പിക്കും. അതുകൊണ്ട് എന്നെ നിങ്ങൾക്കറിയണമെങ്കിൽ എൻ്റെ ഈ ഭാവം കണ്ടിട്ടോ എൻ്റെ രൂപം കണ്ടിട്ടോ നിങ്ങൾക്കറിയാൻ കഴിയില്ല. ഞാൻ എൻ്റെ ഇണയോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് ഞാൻ ആരാണ് എന്നതിൻ്റെ യഥാർത്ഥ മാനദണ്ഡം. ആ മാനദണ്ഡം എൻ്റെ സ്വഭാവമാണ്. ആ സ്വഭാവം ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, ജീവിതത്തിൽ ഒരിക്കലും എന്ത് പ്രകോപനം ഉണ്ടായാലും എന്ത് ചെയ്യരുത്? തെറി പറയരുത്. തെറി പറയരുത്. നമ്മൾ ഒരിക്കലും തെറി പറയരുത്. എന്തൊക്കെ പ്രകോപനം ഉണ്ടായാലും, നമ്മുടെ ഭാര്യമാരെന്താ ചെയ്യണത്? ഭാര്യമാർ ഈ പറഞ്ഞ പോലെ ഇക്കാനെ തെറി പറയാൻ പറ്റാത്തതുകൊണ്ട് ആ ദേഷ്യം കൂടി മക്കളെ പുറത്തോട്ട് കയറും. മക്കളെ തെറി പറയുന്ന ഉമ്മമാരുണ്ട്, മക്കളെ തെറി ശപിക്കുന്ന ഉമ്മമാരുണ്ട്. മക്കളെ തെറി പറയുന്ന ഉമ്മമാർ, സത്യത്തിൽ അവർ ഉമ്മയും ബാപ്പയും ഒക്കെ മക്കളെ തെറി പറയുമ്പോൾ നമ്മളൊന്ന് ഇന്നിരുന്ന് ആലോചിച്ചാൽ, അല്ലെങ്കിൽ മാറിയിരുന്നൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ തെറി വാക്ക് ഉപയോഗിക്കുന്ന വ്യാപകമായിട്ട് എനിക്ക് മെമ്പറിൽ നിന്നത് പറയാൻ പറ്റില്ലല്ലോ. നമ്മുടെ മാതാപിതാക്കൾ മക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകൾ അവർ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവർ ഡിക്ലെയർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? മോനെ, ബാപ്പ ശരിയല്ല എന്ന് ബാപ്പ ഇതിനാൽ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പല തെറികളും ബാപ്പ മക്കളെ പറയുന്നത്, ഉമ്മ മക്കളെ പറയുന്നത്. തെറി എനിക്കിവിടെ നിന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു പൊതുവേദി ആയിരുന്നെങ്കിൽ ഞാനത് പറഞ്ഞേനെ. നമ്മുടെ മാതാപിതാക്കൾ വ്യാപകമായി നമ്മുടെ മക്കൾക്ക് നേരെ ഉപയോഗിക്കുന്ന തെറി വാക്ക്, പുറത്തുള്ള ആളുകളോടുള്ള വാക്ക് ഒക്കെ അത് ഡിക്ലെയർ ചെയ്യുന്നത്, അത് അറ്റസ്റ്റ്, മകനോടോ മകളോടോ അറ്റസ്റ്റ് ചെയ്യുന്നത്, മോളെ ഉമ്മ ശരിയല്ലായിരുന്നു എന്ന് ഇതിനാൽ ഉമ്മ പ്രഖ്യാപിക്കുന്നു എന്നാണ്. അതെന്താ ഞാൻ പറയുന്നതെന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കുക. ബാപ്പ മകനെ തെറി പറയുമ്പോൾ, മകളെ തെറി പറയുമ്പോൾ, മോനെ ബാപ്പ അത്ര ശരിയായിരുന്നില്ല ആള് എന്ന് തെളിയിക്കുന്ന വാക്കാണ് തെറിയായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അതാണ് പറയുന്നത് എന്ന് മോനുക്കും പ്രശ്നമില്ല, ബാപ്പാക്കും പ്രശ്നമില്ലാത്തതുകൊണ്ട് നമ്മളത് വിശകലനം ചെയ്യാൻ പോകാറില്ല. ഇതിന് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് എന്ന് വിശകലനം ചെയ്യാൻ പോകാറില്ല. ഞാൻ പറയുന്നത്, ഒരു ഘട്ടത്തിലും നമ്മൾ തെറി പറയരുത്. ചിലരൊക്കെ തെറി പറയുന്നതിന് ന്യായം പറയുന്നത് അയാൾ എന്നെ തെറി പറഞ്ഞു എന്നാണ്. നമ്മളെ ഒരാൾ 100 വട്ടം തെറി പറഞ്ഞാലും ഒരു വട്ടം പോലും തിരിച്ച് നമ്മൾ തെറി പറയാൻ പാടില്ല. അയാൾ എന്നെ തെറി പറഞ്ഞു അതുകൊണ്ട് ഞാൻ തെറി പറഞ്ഞ് എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് പറയാൻ പറ്റുന്ന ഒരു ന്യായമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു നമസ്കാരക്കാരനും ഒരു നോമ്പുകാരനും ഒട്ടും ഉചിതമല്ലാത്തൊരു സംഗതിയാണ് ഭാര്യയെ തെറി പറയുക. ആരെങ്കിലുമൊക്കെ ആയിട്ട് ചൂടാവുമ്പോൾ തെറി പറയുക. ഈ തെറി പറയരുതെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ മനസ്സിലാക്കരുത്. എന്ത് ചൂടാവാനേ പാടില്ല, നമുക്ക് പറയാനുള്ള കാര്യമേ പറയാൻ പാടില്ല, എന്ത് കേട്ടാലും ക്ഷമിച്ചു, ഇങ്ങനൊന്നും അല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് നമുക്ക് ചൂടാവാം, നമുക്ക് ദേഷ്യപ്പെടാം, ഭാര്യയോടും ദേഷ്യപ്പെടാം, മക്കളോടും ദേഷ്യപ്പെടാം, നാട്ടുകാരോടും ദേഷ്യപ്പെടാം, കൊളീഗ്സിനോടും ദേഷ്യപ്പെടാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ദേഷ്യപ്പെടുന്നു എന്നതിൻ്റെ പേരിൽ അവരെ തെറി പറയുന്നതിനാണ്. ഇനി അവർ തെറി പറഞ്ഞു, അവർ തെറി പറഞ്ഞാലും നമ്മൾ തെറി പറയരുത്. തെറി പ്രകോപനം ഉണ്ടാകുമ്പോൾ തെറി പറയാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ ക്ഷമ എന്ന് പറയുന്നത്. സബർ എന്ന് പറയുന്നതാണ്. അതാണ് തൻ്റെ ഇടമെന്ന് പറയുന്നത്. അതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു വചനം ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിലും മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അഥവാ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ലൈസ ശദീദു ബിസ്സുറഅതി, അഥവാ ഗുസ്തിയിൽ മലർത്തി അടിക്കുന്നവനല്ല ശക്തൻ. ഇന്നമ ശദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ദേഷ്യം വരുമ്പോൾ
ആത്മനിയന്ത്രണം നഷ്ടപ്പെടുത്താത്തവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ എന്ന് പറയുന്നത്. യഥാർത്ഥ ശക്തൻ എന്ന് പറയുന്നത് ഗുസ്തി തല്ലുണ്ടാകുമ്പോൾ ഇടിയുണ്ടാകുമ്പോൾ അവനെ മറിച്ചിടുന്നവനല്ല ശക്തൻ. ശക്തൻ ദേഷ്യം വരുമ്പോൾ, ചൂടാകുമ്പോൾ, ടെൻഷൻ പിടിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരിക്കലും തെറി പറയാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ സ്വബർ. പിടിച്ചു ഇന്നല്ലാഹ മഅസ്വാബിരീൻ, അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു ഇത്തരം സന്ദർഭങ്ങളിൽ തെറി പറയാതെ പിടിച്ചു നിൽക്കുന്നവന്റെ കൂടെയാണ് എന്നാണ് അതിനർത്ഥം. ക്ഷമ എന്ന് പറയാൻ സഹിക്കുക എന്നല്ല. നമ്മൾ പണ്ടേ മുതൽ പറയാൻ സഹിക്കുക, ക്ഷമിക്കുക, അങ്ങനെയല്ല, പിടിച്ചു നിൽക്കുക എന്നാണ് യഥാർത്ഥത്തിൽ ക്ഷമയ്ക്ക് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലൂടെ പറഞ്ഞാൽ ക്ഷമ എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ്. ദൈവികമായ വിധിവിലക്കുകൾ അതിലംഘിക്കാതെ പിടിച്ചു നിൽക്കുക എന്നാണ്. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് തെറിവാക്കുകൾ കേൾക്കും. വല തസ്മഉന്ന മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും വ മിനല്ലദീന അശ്റകൂ അദൻ കസീറ വഇൻ തസ്ബിറു വ തത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ മുൻപ് വേദം നൽകിയ ആളുകളുടെ ഭാഗത്തു നിന്നും ബഹുദൈവ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഒരുപാട് തെറിവാക്കുകൾ നിങ്ങൾ കേൾക്കും, ഒരുപാട് അശ്ലീല വാക്കുകൾ നിങ്ങൾ കേൾക്കും. നിങ്ങൾ തീവ്രവാദികളാണെന്നോ ഭീകരവാദികളാണെന്നോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രൂപത്തിലുള്ള ആളുകളാണെന്നോ ഒക്കെ നിങ്ങൾ പച്ച തെറി പറയാം നിങ്ങളുടെ നേരെ നോക്കി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതെന്നറിയോ, അത്തരം ഘട്ടത്തിൽ വൈൻ തസ്ബിറു വ തത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. വൈൻ തസ്ബിറു, നിങ്ങൾ അത്തരം സന്ദർഭത്തിൽ സ്വബർ പാലിക്കുക. വ തത്തഖൂ, പ്രകോപനപരമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ അതിരടയാളങ്ങൾ ലംഘിക്കാതെ നോക്കുക. ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. പക്ഷെ അത് ചെയ്യുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. അത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ തൻ്റെ ഇടമുള്ളവന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അസ്മിൽ ഉമൂർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉപയോഗിച്ച വാക്ക്. എന്നതുപോലെ തന്നെയാണ് നമ്മൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഭാര്യ ചിലപ്പോൾ പലതും പറയും. അതേപോലെ തന്നെ നമ്മൾ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൂട്ടുകാരെന്തെങ്കിലും പറയും. അങ്ങനെ പറയുമ്പോൾ നമുക്ക് തിരിച്ച് പറയേണ്ട നമ്മുടെ ന്യായങ്ങൾ നമുക്ക് പറയാം. പക്ഷേ തെറി പറയാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, അതൊരു സംഗതി വേറെയാണ്. കൈവിട്ടു പോകാതെ നോക്കുക എന്ന് പറയും. തെറി മാത്രമല്ല, ആ സന്ദർഭത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയരുത്. തെറിയാണ് മുഖ്യമായിട്ടും പറയുക. തെറി പറഞ്ഞാലാണ് ഞാൻ എന്തൊക്കെ അവന് മറുപടി കൊടുത്ത് 2 എണ്ണം കൊടുത്ത് എന്നൊക്കെ നമുക്ക് തോന്നുള്ളൂ. അപ്പോൾ അതൊരു കാരണവശാലും ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, എൻ്റെ ഈ ഖുതുബ കേൾക്കുന്ന ആളുകൾ അങ്ങനെ ഉള്ള തെറി പറയുന്ന, ഭാര്യമാരെ തെറി പറയുന്ന, മക്കളെ ചീത്ത വിളിക്കുന്ന, തെറ്റുമ്പോൾ തെറി പറയുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ അത് ഉപേക്ഷിക്കണം, എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കും. നമുക്കതിന് കഴിയും, നമുക്കതിന് സാധിക്കും. നമ്മൾ തീരുമാനിച്ചാൽ സാധിക്കും. പരിശുദ്ധ റമദാൻ തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ്. പറഞ്ഞതൊക്കെ പോകട്ടെ, ക്ഷമ പറയേണ്ട ആളുകളുണ്ടെങ്കിൽ ക്ഷമ പറയുക. ഞാൻ പറഞ്ഞല്ലോ, പലരുടെയും ബന്ധങ്ങൾ അറ്റുപോകുന്നത് ഈ പറയുന്ന പോലെ ദേഷ്യപ്പെട്ടതിൻ്റെ പേരിലല്ല, മറിച്ച് അവിടെ ഉപയോഗിച്ച് തെറിവാക്കിൻ്റെ പേരിലാണ്. പിന്നീട് നമുക്ക് അവരെ ലിങ്ക് ചെയ്യാൻ പറ്റാത്ത വിധം, കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധം, ആ പിണക്കം തീർക്കാൻ പറ്റാത്ത വിധം എല്ലാം മറന്നുപോകും. പക്ഷേ എന്നാലും അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞല്ലോ, അവൻ എൻ്റെ മുഖത്ത് നോക്കി എന്ന് തോന്നലാണ് ഇനി അവനുമായിട്ട് ഒരു സെറ്റിൽമെൻ്റ് ഇല്ല എന്ന് തീരുമാനിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഖുതുബ കേൾക്കുന്നവർ ഞാൻ പറയുന്നു, ദയവ് ചെയ്ത് ഒരിക്കലും തെറി പറയരുത്. നമുക്കതിന് സാധിക്കും. നമ്മൾ ശ്രമിച്ചാൽ നമുക്കതിന് സാധിക്കും. നമുക്കതിന് പിടിച്ചു നിൽക്കാൻ കഴിയും. അതാണ് തൻ്റെ ഇടം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളതൊന്നും തൻ്റെ ഇടമൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കേണ്ടതൊന്നുമല്ല. ഇനിയിപ്പോൾ അതിനകത്ത് വ്യാഖ്യാനിച്ച് നിസ്കാരമൊന്നുമല്ല തൻ്റെ ഇടം. അതൊന്നും വലിയ പ്രശ്നമല്ല, അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. ഇവിടെ പ്രശ്നം ഇത്തരം ഘട്ടങ്ങളിൽ തെറി പറയാതെ നമുക്ക് പറയാനുള്ളത് പറയുക എന്നതാണ് ഏറ്റവും വലിയ തൻ്റെ ഇടം. അവിടെയാണ് നമ്മൾ പിടഞ്ഞു വീഴുന്നത്. നമുക്ക് കരുത്തില്ലാതെ പിടഞ്ഞു വീഴുന്നത് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ തൻ്റെ ഇടം നമ്മൾ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണം. ഈ പരിശുദ്ധ റമദാനിനെ മുൻനിർത്തി തീരുമാനങ്ങൾ എടുക്കണം. എന്ത് പ്രകോപനം ഉണ്ടായാലും ഞാൻ ഇനി തെറി പറയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയണം. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, 100 തെറി എന്നെ പറഞ്ഞാലും ഞാൻ തിരിച്ച് തെറി പറയില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റണം. അതുപോലെ തന്നെ നമ്മൾ തീരുമാനിക്കേണ്ട ഒരു സംഗതിയാണ്, എൻ്റെ കൂടെ ഞാൻ മീസാക്കൻ ഖലീദ, ബലിഷ്ഠമായ കരാറിലൂടെ ഏറ്റെടുത്ത പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇനി തെറി പറയില്ല. ഈ 3 കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സാധിക്കും.
അങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞാലാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആരാധനകളൊക്കെ തന്നെ നമ്മുടെ ഇത്തരം സ്വഭാവത്തെ ബിൽഡപ്പ് ചെയ്യാനാണ് നമുക്ക് ഉപകാരപ്പെടേണ്ടത്. നമ്മുടെ ആരാധനകളൊക്കെ ആരാധനകളായിട്ട് മാത്രം അതിൻ്റെ കൂലി, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമ്മൾ ആരാധനകളെ കാണുന്നത് എപ്പോഴും പ്രതിഫലത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നിസ്കരിച്ച അതിൻ്റെ പ്രതിഫലം, നോമ്പ് പിടിച്ച അതിൻ്റെ പ്രതിഫലം, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും ഖുർആൻ നോക്കിയാൽ നമുക്കതൊന്നും കാണാൻ കഴിയില്ല. ആരാധനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ബിഹേവിയറൽ ബിൽഡപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. നമ്മുടെ പെരുമാറ്റം ശരിയായ രൂപത്തിൽ കെട്ടിപ്പടുക്കാൻ, നമ്മുടെ സ്വഭാവം ശരിയായ രൂപത്തിൽ കെട്ടിപ്പടുക്കാൻ, വർത്തമാനത്തെ ശരിയായ രൂപത്തിൽ കെട്ടിപ്പടുക്കാൻ, സംസ്കാരത്തോടുകൂടി വർത്തമാനത്തെ കെട്ടിപ്പടുക്കാൻ നമുക്ക് കഴിയണം. നമ്മൾ ആ സന്ദർഭങ്ങളിലെല്ലാം ഓർക്കേണ്ട അത്തരം വർത്തമാനങ്ങൾ തെരുവാക്ക് പറയുന്ന ഘട്ടത്തിൽ നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം. മയൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഇത് യതലക്കൽ മുത്തലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്. എൻ്റെ ഇടവും വലവും രേഖപ്പെടുത്താൻ വേണ്ടി മലക്കുകൾ ഇരിക്കുന്നുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അവർ രേഖപ്പെടുത്തപ്പെടാതെ ഒരു വാക്കുപോലും എനിക്ക് ഉച്ചരിക്കാൻ കഴിയില്ല. നാളെ പടച്ച തമ്പുരാന്റെ മുൻപിൽ ചെല്ലുമ്പോൾ ഭാര്യയെയും നാട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ പറഞ്ഞ തെറികളുടെ വലിയ നീണ്ട ലിസ്റ്റ് നമ്മുടെ കയ്യിലേക്ക് എടുത്തു തരുമ്പോൾ നമ്മൾ പടച്ച തമ്പുരാനോട് എന്തു മറുപടിയാണ് പറയുക എന്ന് നമ്മൾ ആലോചിക്കണം. അതാണ് നമുക്ക് അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഉള്ള ഏറ്റവും നല്ല സൂത്രപ്പണി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മളെ ചെയ്യരുത്. ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയോ, നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി കാണുന്നതാണല്ലോ മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരം നമ്മൾ വലിയ പ്രാധാന്യത്തോടുകൂടി കാണുന്നതാണ്. എന്നാൽ ഈ മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിൻ്റെ തുണ്ടം മാത്രമാണുള്ളത്. അള്ളാഹു അവൻ്റെ വേദഗ്രന്ഥത്തിൻ്റെ 9-ാം അധ്യായത്തിൽ 84-ാം വചനത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആകെ മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അതെന്താണ്? വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. അവരിൽ ഒരാളുടെയും മയ്യിത്ത് താങ്കൾ നമസ്കരിക്കരുത്. മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ആകെയുള്ള വചനം ഇത് മാത്രമേ ഉള്ളൂ. വലാ തുസല്ലി അലാ അഹദിൻ മിൻഹും മാത അബദാ. നിങ്ങൾ അവരിൽ ഒരാളുടെയും മയ്യിത്ത് നമസ്കരിക്കരുത്. അതല്ലാതെ മയ്യിത്ത് നമസ്കാരത്തിന് സുജൂദ് റുക്കൂ ഇല്ലെന്നോ, മയ്യിത്ത് നമസ്കാരത്തിൽ എത്ര തക്ബീർ ചൊല്ലണമെന്നോ, മയ്യിത്ത് നിസ്കാരം എങ്ങനെയാണെന്നോ ഒന്നും ഖുർആനിലില്ല. ആകെ ഒറ്റ വാചകമേ ഉള്ളൂ. ബാക്കി പിന്നെ ഹദീസുകളിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഖുർആനിലില്ല. 6236 വചനങ്ങൾ ഖുർആനിൽ ഉണ്ടായിട്ട് നമ്മൾ മിക്കവാറും ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ മയ്യിത്ത് നിസ്കരിക്കുന്ന ആളുകളാണ്. ആ മയ്യിത്ത് നിസ്കാരം എങ്ങനെയാണെന്നോ, എന്താണെന്നോ, എത്ര തക്ബീർ ഉണ്ടെന്നോ, മറ്റു നിസ്കാരങ്ങളൊന്നും പോലെ അല്ലെന്നോ ഒന്നും ഖുർആനിലില്ല. ആകെ ഈ പറഞ്ഞേ ഉള്ളൂ. ഒന്ന് ആലോചിക്കണം. നമ്മളേറെ പ്രാധാന്യത്തോട് കാണുന്നതാണ് യൗമുൽ ജുമാ ദിവസത്തെ ഇപ്പം നമ്മൾ നിർവഹിക്കുന്ന ഖുതുബയും നമസ്കാരവും. ഇത്രയും പ്രാധാന്യത്തോടുകൂടി എല്ലാ ആഴ്ചയിലും അള്ളാഹു വിളിച്ചിട്ട് വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ജുമാ നമസ്കാരം ഏറെ പ്രാധാന്യമുള്ളതാണ്. ജുമാ നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ആകെ ഒറ്റ വചനമേ ഉള്ളൂ. ഖുർആൻ ഉടനീളം പരിശോധിച്ചാലും ജുമാ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ആ അധ്യായത്തിലാണ് ആകെ ജുമായെ കുറിച്ചുള്ളൂ. അത് ഒറ്റക്കൊരു വാചകം. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. എന്താ അതിൻ്റെ അർത്ഥം? ജുമാ ദിവസം നിങ്ങളെ നമസ്കാരത്തിലേക്ക് വിളിച്ചാൽ നിങ്ങളുടെ ബിസിനസ് മാറ്റിവെച്ച് ദിക്റിലേക്ക് വരിക. ഇത്രയേ ഉള്ളൂ ഖുർആനിൽ ജുമാ നമസ്കാരത്തെക്കുറിച്ച്. വേറെ ഒരു അധ്യായത്തിലും ജുമാ നമസ്കാരത്തെക്കുറിച്ചൊന്നും അല്ലാഹു ഒരക്ഷരം പറയണില്ല. ജുമാ നമസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ. ആകെ ഉള്ളത് 62-ാം അധ്യായത്തിലെ ഈ 9-ാം വചനാണ്. മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ചുള്ളത് ആകെ 9-ാം അധ്യായത്തിലെ 84-ാം വചനത്തിൽ ഒരു തുണ്ട് മാത്രമാണ്. അതിനുശേഷം വേറെ കാര്യം പറയുന്നുണ്ട് അതിൻ്റെ കൂടെ. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കരുതെന്നൊക്കെയാണ് പിന്നെ പറയുന്നത്. അപ്പോൾ ഒറ്റ ആയത്തിൻ്റെ ഒരു തുണ്ട് മാത്രമേ ഉള്ളൂ മയ്യിത്ത് നിസ്കാരത്തെക്കുറിച്ച്. ജുമാ നിസ്കാരത്തെക്കുറിച്ച് ഒറ്റ ആയത്തേ ഉള്ളൂ. എന്താണ്? ജുമാ ദിവസം ബാങ്ക് കേട്ടാൽ നിങ്ങൾ നമസ്കാരത്തിലേക്ക് ഓടി വരിക. നിങ്ങളുടെ ബിസിനസ്സുകളൊക്കെ നിർത്തിവെച്ച് നമസ്കാരത്തിലേക്ക് വിളിച്ചാൽ വൈദാ നൂദിയ ലിസ്വലാത്ത്, നമസ്കാരത്തിലേക്ക് വിളിച്ചാൽ ഫസ്ഔ ഇലാ ദിക്റിലേക്ക് ഓടി വരിക. എന്നിട്ട് പിന്നെ അള്ളാഹ് പറയുന്നത് നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് പോവുക, നിങ്ങളുടെ ഉപജീവനാർത്ഥം നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തോട്ട് പോകുക എന്നാണ് അള്ളാഹ് പറയുന്നത് ജുമാ നിസ്കാരത്തെക്കുറിച്ച്. അതേസമയം
വർത്തമാനത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ 14 അധ്യായങ്ങളിലായി പലയിടങ്ങളിൽ അള്ളാഹു പല സ്വഭാവത്തിൽ സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹിൻ്റെ വേദഗ്രന്ഥത്തിൽ 14 അധ്യായങ്ങളിലായി എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി സംസാരിക്കേണ്ടത് എന്ന് വ്യത്യസ്ത രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമുണ്ട്, വർത്തമാനത്തെ അള്ളാഹു എത്ര ഗൗരവത്തിലാണ് കാണുന്നത്. കൗലൻ സദീദ, കൗലൻ മൈസൂറ, കൗലൻ മഅറൂഫ, കൗലൻ സഖീല, കൗലൻ ലയ്യിന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ വർത്തമാനത്തെക്കുറിച്ച്, കൗലുകളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വർത്തമാനമാണ് ഞാൻ ഓതി വെച്ച 33-ാം അധ്യായത്തിലെ 70-71 വചനം, സൂറത്തുൽ അഹ്സാബിലെ 70-71 വചനം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദൻ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ. ജുമാ വേളകളിലൊക്കെ, ഖുതുബകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു വാചകമാണിത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിന്റെ അതിരടയാളങ്ങൾ പാലിക്കണം. വഖൂലു ഖൗലൻ സദീദ, നിങ്ങൾ സദീദായി സംസാരിക്കണം. നിങ്ങൾ നല്ല ഭാഷയിൽ സംസാരിക്കണം, നന്നായി സംസാരിക്കണം. യുസ്ലിഹ് ലക്കും അഅമാലക്കും, 2 ഓഫറുകളാണ് നന്നായി സംസാരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു വച്ചു പറഞ്ഞു കൊടുക്കുന്നത്. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നന്നായി സംസാരിച്ചാൽ, മാന്യമായി സംസാരിച്ചാൽ, സംസാരിക്കേണ്ട സന്ദർഭത്തിൽ സംസാരിക്കേണ്ടതുപോലെ സംസാരിച്ചാൽ, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു സംസ്കരിക്കും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. വമൻ യുതിഇല്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും റസൂലിനെയും ആരനുസരിക്കുന്നുവോ ഫഖദ് ഫാസ ഫൗസൻ അലീമ, അതാണ് വമ്പിച്ച വിജയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് ഇത് വിശദമായി പറയേണ്ട കുറേ കാര്യങ്ങൾ കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ അതിനകത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ സഹോദരി സഹോദരന്മാരോട് പറയാനുള്ളത്, തൻ്റെ ജീവിതത്തിൽ, ഇനി ബാക്കിയുള്ള ജീവിതത്തിൽ എന്തൊക്കെ പ്രകോപനങ്ങൾ ആരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായാലും നമ്മൾ തെറി പറയൂല എന്ന് തീരുമാനിക്കണം. ഈ റമദാനിനെ സാക്ഷി നിർത്തി അത്തരമൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ നാളിതുവരെയുള്ള ജീവിതത്തിൽ നമ്മൾ എടുത്ത ഏറ്റവും ശ്രദ്ധേയമായ ഒരു തീരുമാനമായി അത് നിലനിൽക്കും. അള്ളാഹുവിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേക സഹായവും നമുക്കുണ്ടാകും. അതിന് നാം ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വന്നുപോയ വീഴ്ചകൾ പടച്ചാമ്പുര നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ തൊട്ടടുത്ത ആശുപത്രി രോഗികളായി കഴിയുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ രോഗികളായി ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഅൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.